വെൽക്കം ടു ലേണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രേഡ്സ്മാൻ CSEയുടെ MCQs ആണ്. അതായത് CSS മുതൽക്കുള്ള ഭാഗത്തിന്റെ MCQs ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡ് CSS. CSSനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ചേഞ്ചിങ് സ്റ്റൈൽ ഷീറ്റ്, ഓപ്ഷൻ ബി changing sheet style, option C cascading style sheet, and option C cascade style sheet, and option D is cascading style sheet. എന്താണ് CSS അതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയാൻ? ചേഞ്ചിങ് സ്റ്റൈൽ ഷീറ്റ് ആണോ, ചേഞ്ചിങ് ഷീറ്റ് സ്റ്റൈൽ ആണോ, കസ്കേഡ് സ്റ്റൈൽ ഷീറ്റ് ആണോ, അതോ കസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണോ? ഏതാണ് CSS എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ്. എന്താണ് കസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്? എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കുന്നത്? HTMLന്റെ ഡോക്യുമെന്റിലേക്ക് നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് നമ്മൾ അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണിത് CSS എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വെബ് പേജ് കുറച്ചും കൂടി വിഷ്വലി ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ലാംഗ്വേജ് ആണിത് കസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം എക്സ്പാൻഡ് CSS എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് കസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ ആട്രിബ്യൂട്ട് ഇൻ HTML ക്യാൻ ബി യൂസ്ഡ് ഇൻ. അതായത് HTMLനകത്ത് കൺട്രോൾ ആട്രിബ്യൂട്ട് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓഡിയോ, ഓപ്ഷൻ ബി വീഡിയോ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി none of the above. അപ്പോൾ കൺട്രോൾ ആട്രിബ്യൂട്ട് ഇൻ HTML ക്യാൻ ബി യൂസ്ഡ് ഇൻ ഏതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഓഡിയോയിലേക്ക് പറ്റും, വീഡിയോയിൽ പറ്റുമോ, അതോ ബോത്ത് എ ആൻഡ് ബി ആണോ, അതോ രണ്ടിനും പറ്റില്ലയോ എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആണ്. നമ്മൾ പറഞ്ഞു HTMLന്റെ കൺട്രോൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് HTML5ലാണ് പുതുതായിട്ട് വന്നത്. അത് രണ്ട് ടാഗുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഓഡിയോ ടാഗിനും അതുപോലെ തന്നെ വീഡിയോ ടാഗിനും കൂടി വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോത്ത് എ ആൻഡ് ബി. ഓഡിയോ ടാഗ് 4 പ്രോപ്പർട്ടീസ് നമുക്ക് കൺട്രോൾ ആട്രിബ്യൂട്ട് വഴി തരുന്നുണ്ട്. ഏതൊക്കെയാണ്? പോസ്, പ്ലേ, സീക്ക് ആൻഡ് വോളിയം. അതുപോലെ വീഡിയോ ടാഗിനകത്തും കൺട്രോൾ ആട്രിബ്യൂട്ട്സിൽ 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്ലേ, പോസ്, സീക്ക്, വോളിയം, പിന്നുള്ളത് ടോഗിൾ സ്ക്രീന്, ആൻഡ് ദെൻ ക്യാപ്ഷൻ അഥവാ സബ് ടൈറ്റിൽസ്, ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ട്രാക്ക്. അങ്ങനെ 7 പ്രോപ്പർട്ടീസ് ആണ് വീഡിയോ ടാഗിനകത്തുള്ളത്. അത് ഏതിലാണ് വന്നിരിക്കുന്നത്? HTML5ലാണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഓഡിയോ ടാഗ്? ഓഡിയോ ടാഗിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്ലേ, ഓപ്ഷൻ ബി പോസ്, ഓപ്ഷൻ സി വോളിയം, ഓപ്ഷൻ ഡി ട്രാക്ക്. തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസിൽ ഓഡിയോ ടാഗിൻ്റെത് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലേ ആണോ, പോസ് ആണോ, വോളിയം ആണോ, അതോ ട്രാക്ക് ആണോ? ആൻസർ ബി ആണ്. കാരണം ഓഡിയോ ടാഗിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ് ഏതൊക്കെയാണ്? പ്ലേ, പോസ്, വോളിയം ആൻഡ് സീക്ക്. ആൻഡ് ദെൻ വീഡിയോ ടാഗിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? പ്ലേ, പോസ്, സീക്ക്, വോളിയം, സബ് ടൈറ്റിൽ അഥവാ ക്യാപ്ഷൻ, ടോഗിൾ സ്ക്രീൻ, ആൻഡ് ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ട്രാക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, വീഡിയോ ടാഗിനകത്ത് വരുന്നത്. അപ്പൊ ട്രാക്ക് എന്ന് പറയുന്നത് ഏതിന്റെയാണ്? വീഡിയോ ടാഗിന്റെയാണ്. അതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ ഡി ആണ് എന്ത്? ഈ പറയുന്ന ഓഡിയോ ടാഗിന്റെ പ്രോപ്പർട്ടി അല്ല. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഹൗ മെനി വേസ് CSS ക്യാൻ സ്റ്റൈൽ ദി HTML ഡോക്യുമെന്റ്? അപ്പോൾ ഏതൊക്കെ വേസിലാണ് CSSനെ HTMLന്റെ ഡോക്യുമെന്റ് സ്റ്റൈൽ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6 ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 4. അപ്പോൾ എത്ര വേസിലാണ് യു ക്യാൻ സ്റ്റൈൽ ദ CSS into HTML ഡോക്യുമെന്റ്? ഏതൊക്കെയാണ്? 3 രീതിയിലാണോ,
5 വേസിലാണോ അതോ 6 വേസിലാണോ അതോ 2 വേസിലാണോ? ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ 3 ആണ്. അപ്പൊ ഏതൊക്കെയാണ് ആ വേസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻലൈൻ CSS, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്റേണൽ CSS ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ CSS. അപ്പൊ ഇൻലൈൻ CSS എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ എലമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ ലൈനിലാണ് നമ്മൾ CSS കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റൈലിംഗ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻലൈൻ CSS എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ എലമെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റൈല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ഇൻലൈൻ CSS എന്ന് നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ വേ ഓഫ് യൂസിങ് ദ CSS into HTML എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്റേണൽ CSS. അതായത് ഹെഡ് സെക്ഷനകത്ത് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗിനകത്ത് ഇട്ടിട്ട് നമ്മൾ സ്റ്റൈലിംഗ് മൊത്തം നടത്തിയ ശേഷം സ്റ്റൈൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അടിയിലോട്ട് നമ്മൾ കോഡ് ചെയ്ത്, അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ സെക്ഷനകത്ത് ഹെഡ് സെക്ഷനകത്ത് ഒരു പോർഷൻ നമ്മൾ സ്റ്റൈലിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇന്റേണൽ CSS എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് എക്സ്റ്റേണൽ CSS. എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ CSS അതായത് സ്റ്റൈലിംഗ് നമ്മൾ ആദ്യം തന്നെ വേറൊരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പേര് .css എന്ന പേരിൽ നമ്മൾ സേവ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ HTML ഡോക്യുമെന്റ് നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഴുതും. അതിൽ ഹെഡ് സെക്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ലിങ്ക് REL എന്ന് പറഞ്ഞത് ലിങ്ക് റിലേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യും, HREF ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ ആ ഏതൊരു പേര് .css ഇട്ട് കൊടുത്തല്ലോ ആ CSS ഇട്ട് നമ്മൾ കോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന HTML ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേജിലാണെങ്കിൽ പോലും അത്രയും പേജിലേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന .css ൽ നമ്മൾ എന്താണോ സ്റ്റൈൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ .html ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ റൺ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ HTML ഇട്ട് നമ്മൾ .html സേവ് ചെയ്യുമല്ലോ, ഈ .html ഇട്ട് സേവ് ചെയ്തതാണ് നമ്മൾ റൺ ചെയ്യേണ്ടത്. എങ്കിൽ കൂടെ എന്ത് ചെയ്യും, ഈ CSS നമ്മൾ അതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തത് കൊണ്ട് ആ CSS എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണോ നമ്മൾ കൊടുത്തത് അതെല്ലാം തന്നെ എന്താവും, നമ്മുടെ HTML ഡോക്യുമെന്റിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് തരും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ CSS വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് the property in CSS that is used to change the background color of an element is. അതായത് CSS ന്റെ ഒരു പ്രോപ്പർട്ടി ആണ് that will help you to change the background color. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ BG കളർ, ഓപ്ഷൻ ബി കളർ, ഓപ്ഷൻ സി ബാക്ക്ഗ്രൗണ്ട് കളർ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ഏത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ആൻ എലമെന്റ് നമ്മൾ CSS ൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്മൾ ഉപയോഗിക്കുക, ഏത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം? നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ചസ് വരുത്തുക. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ബാക്ക്ഗ്രൗണ്ട് കളർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, which of the following is the correct syntax for referring the external style sheet? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് വേ ഓഫ് റൈറ്റിംഗ് ദി സിൻടാക്സ് ഫോർ ആൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കൂ ഏതായിരിക്കും ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓപ്ഷൻ എ style src is equal to example.css, ടാഗിനകത്ത് style src is equal to quotes-നകത്ത് example.css and closing of the angle tag, and then the next one is ടാഗിനകത്ത് style sheet, പുറത്ത് example.css and then the closing of style sheet, and option D is link rel is equal to style sheet എന്നുള്ളത് quotes-നകത്ത്, type is equal to text bar css, href is equal to example.css. ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണ് കറക്റ്റ് സിൻടാക്സ് ഫോർ റെഫറിംഗ് ആൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്.
അപ്പോൾ ഏതാണ് ആംഗിൾ ടാഗിനകത്ത് ലിങ്ക് REL is equal to style sheet, type is equal to text bar CSS and HREF is equal to example dot CSS. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ CSS നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the HTML attribute that is used to define the inline style is. inline style എങ്ങനെയാണ് നമ്മൾ HTML attributeലേക്ക് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ style, option B styles, option C class and option D is none of these. ഇതിൽ ഏതാണ് കറക്റ്റ് വേയിൽ നമ്മൾ ഇൻലൈൻ CSS നമ്മൾ HTML attributeലേക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? എ സ്റ്റൈൽ ആണോ, ബി സ്റ്റൈൽസ് ആണോ, സി ക്ലാസ് ആണോ, അതോ ഡി നൺ ഓഫ് ദി എബോവ് ആണോ? ഏതാണ്? ഓപ്ഷൻ എ സ്റ്റൈൽ ആണ്. ഏതാ യൂസ് ചെയ്യുക? സ്റ്റൈൽ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, the HTML attribute that is used to define the internal style sheet. internal style sheet ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഓപ്ഷൻ എ സ്റ്റൈൽ ആണോ, ഓപ്ഷൻ ബി ആംഗിൾ ടാഗ് ഇല്ലാത്ത സ്റ്റൈൽ ആണോ, ഓപ്ഷൻ സി ആംഗിളിനകത്തുള്ള ലിങ്ക് ആണോ, അതോ ഓപ്ഷൻ ഡി ആംഗിളിനകത്തുള്ള സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണോ നമ്മൾ ചെയ്യുക? ഏത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറ് HTML-ലേക്ക് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ്? ഓപ്ഷൻ എ സ്റ്റൈൽ, നോർമൽ സ്റ്റൈൽ എന്നുള്ളത് ടാഗിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റിലേക്ക് നമുക്ക് HTML ആട്രിബ്യൂട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following is not a open source CMS? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതോ ഒന്ന് ഓപ്പൺ സോഴ്സ് CMS-ൻ്റെതല്ല. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജൂംല, ഓപ്ഷൻ ബി കമ്പോസർ, ഓപ്ഷൻ സി വേർഡ്പ്രസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഡ്രുപാൾ. ഏതാണ്? ഏത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഏതാണ് നമ്മുടെ ഓപ്പൺ സോഴ്സിന്റെ എക്സാമ്പിൾ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി കമ്പോസർ ആണ്. ബാക്കി ജൂംല, വേർഡ്പ്രസ്, ഡ്രുപാൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്താണ്? ഓപ്പൺ സോഴ്സ് CMS-ന്റെ എക്സാമ്പിൾ ആണ്. ഇതിലല്ലാത്തത് ഏതാണ്? കമ്പോസർ മാത്രമാണ്. ഓക്കെ. ഇനി WYSIWYG in web authorizing tool stand for എന്താണ്? WYSIWYG വെബ് ഓതറൈസിംഗ് ടൂൾ നമ്മൾ പറഞ്ഞൊരു പേരാണ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? when you see is when you get, option B when you see is what you get, option C whatever you study is whatever you get and option D is none of these. അപ്പോൾ ഇതിൽ വെബ് ഓതറൈസിംഗ് ടൂളിനകത്ത് ഈ പറയുന്ന WYSIWYG എന്താണ് പറയുന്നത്? when you see is when you get ആണോ? അല്ല. whatever you study is whatever you get ആണോ? അല്ല. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. what you see is what you get എന്നാണ്. എന്താണ്? what you see is what you get എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ MCQ സെഷൻ. താങ്ക് യു.